ഹരീഷേന്റെ രാഷ്ട്രീയം ശരിക്കും എന്താണ്? ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പലപ്പോഴും പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയൊക്കെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് പിണറായിയോട് ഇത്രയധികം ഒരു വിരോധം? എന്തുകൊണ്ടാണ്? മറ്റു പാർട്ടികളോടൊന്നും ഇത്രയധികം കണ്ടിട്ടില്ല. ഇടതുപക്ഷത്തുള്ളവർ മാത്രം 916 ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? തെറ്റായൊരു വിലയിരുത്തലാണ്. എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ, അതായത് നേരത്തെ പറഞ്ഞത്, ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അത്രയും സമയത്ത്, അത്ര നിർണായക ഘട്ടങ്ങളിലൊക്കെയാണ്. പിന്നെ പാർട്ടി വീണു പോകുന്ന സമയത്ത് ആദ്യം കൈ കൊടുക്കുന്നവരും എന്നെപ്പോലുള്ള ആളുകളാണ്. അത് ഒരു തിരിച്ചറിവിന്റെ അറിവ് മാത്രമല്ല, ഒരു തിരിച്ചറിവിന്റെ ഒരു വിഷയം കൂടി ഉണ്ട്. അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയാം. എപ്പോഴും സറ്റയറായിട്ടാണ് എപ്പോഴും വിമർശിക്കാറുള്ളത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ലേ അത് നമ്മള് നേരത്തെ പറഞ്ഞ അതൊരു കലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ. മറ്റു പാർട്ടികളെ വിമർശിക്കാതിരിക്കലൊന്നുമില്ല. അതൊക്കെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം കുറച്ചതാണ്. ഒന്നുമില്ല, എന്താ വെച്ചാല് കുറെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ, പിന്നെ നമ്മൾ പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതിന്റെ ഭാഗമായിട്ട് ഒരു കലാകാരനാകുമ്പോൾ സപ്പോർട്ട് വേണ്ട എല്ലാ ആൾക്കാരുടെയും. അപ്പൊ അത് ഒരുപാട് കരിയറിനെയും ബാധിക്കില്ലേ? ഈ കലയിൽ അങ്ങനെയില്ല കേട്ടോ. അതൊക്കെ ഒരു നമ്മളെ തെറ്റായ തോന്നൽ. നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷയമാണ്. എന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് പോകുന്നില്ല. പാവ ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞപ്പോണ്ട് അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വരെ ഈ സംഗതി മനസ്സിലായി. അവൻ ഞങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തുറന്നു പറയുന്നതാണ് നല്ലത്. പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. പഴയ കാലം നല്ലല്ലോ, എന്റെ കയ്യിൽ എന്റെ കാലിന്റെ അടിയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരും തൽക്കാലം ഇവിടെ ഇല്ല. അങ്ങനെ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ്. ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ മെയിൻ ചാനലുകൾ പോലും അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്ഥാനവും ഇന്ന് സമൂഹത്തിൽ അല്ലേ? പണ്ടൊരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഇത്ര പൈസ ഇത്ര കോടികൾ, അവരെ പോലും അപ്രസക്തമാക്കാണ് നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട്. ആളുകൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിപ്പോ നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തിയല്ലോ. നിങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ഗിവ് ദ റെസ്പെക്ട് ആൻഡ് ടേക്ക് ദ റെസ്പെക്ട് എന്നുള്ള ആ സാധനം എപ്പോഴും ഫോളോ ചെയ്യണം. അപ്പോഴാണ് ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത്. അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുന്നിൽ നിന്ന് വലിയ വർത്താനങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും വലിയ വർത്താനം മാത്രം പുറത്തു പറച്ചിലും അല്ലാത്ത രീതിയിലാവുമ്പോൾ കാര്യം ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോ ഏത് പക്ഷം എന്നൊന്നുമില്ല. അത് പക്ഷം ഏതായാലും എന്താ, ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗി നടക്കണം അല്ലേ? അതുണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോ ഞാനല്ലല്ലോ പറയണ്ടേ. അത് നമ്മളിപ്പോ ഈ വിധി വരുമ്പോ നമുക്കറിയാലോ ഉണ്ടോന്നാണോ ഇല്ലയെന്നാണോ എന്നൊക്കെ ജനം വിധി പറയല്ലോ. സിനിമയിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് സിനിമ ഉണ്ടാവും, ചില സമയത്ത് സിനിമ ഉണ്ടാവാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു അവർക്കും ഉണ്ടാവും എന്ന് ചെയ്യുന്നവർ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. എന്ത് സാധനമാണോ നമ്മളൊരു പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് തിരിച്ച് റോക്കറ്റ് പോലെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തന്നെ തിരിച്ചും കിട്ടും. എല്ലാ കാലത്തും എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ, അല്ലേ? അത്രേ ഉള്ളൂ.